എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായി ഒരു റബ്ബർ തോട്ടത്തിൽ അതിനോട് ചേർന്ന് നിന്ന ഒരു ആഞ്ഞിലി മരത്തിൻ്റെ കമ്പിൽ തൂങ്ങി ഒരു മാതാളി കൂടുകൂട്ടി. ഞാനിത് ആദ്യം കണ്ടിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ജോലിക്കാർ എന്നെ വിളിച്ച് കാണിച്ചു, ഇതാ നോക്ക്, നമുക്കൊരു മാതാളി കൂട് അവിടെ ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്നു മുതൽ ഈ മാതാളിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുവാനും തുടങ്ങി. അത് മറ്റ് തീറ്റ എടുക്കുന്നതും, അതായത് പഴുത്ത് ചാടുന്ന ചക്ക നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം അത് തീറ്റ എടുക്കുന്നതൊക്കെയായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏറെ ഭയത്തോടെയാണ് ഒരു പരിധിവരെയും അതിന് മറ്റുള്ളവരും ഒരു പരിധിവരെ എനിക്കും അതിന് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എനിക്ക് അല്പം ധൈര്യമുണ്ടായിരുന്നുവെങ്കിലും കൊച്ചുകുട്ടികളും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ, അയൽവക്കത്തുള്ള മറ്റാളുകൾ എല്ലാവരെയും അത് ഭയപ്പെടുത്തിയിരുന്നു. 1-2 മാസം കഴിഞ്ഞ് ഞാൻ അതിനെ നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നതായി എനിക്ക് മാതാളി കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂട് പൊട്ടി അടിവശത്തു നിന്ന് ഇങ്ങനെ വിരിഞ്ഞു വരുന്നതായി ബോധ്യം വന്നു. അപ്പോൾ ഇതെല്ലാം ഈ വിളക്ക് വെട്ടത്ത് പറന്ന് അടുത്ത വീടുകളിലേക്കൊക്കെ ചെന്നു. അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, ഭയമായിട്ട് പാടില്ല, എങ്ങനെയും ഈ കൂട് നമുക്ക് നീക്കം ചെയ്യണമെന്നൊരു ചിന്ത എന്നിലും ഉണ്ടായി. ഇന്ന് ഞാൻ 1-2 ജോലിക്കാരുടെ സഹായത്തോടു കൂടി അവരോട് പറഞ്ഞു. അവർക്കെല്ലാം മുകളിൽ ഇതിന് അടുത്തു വരാനെല്ലാം ഭയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കോണി എടുത്തുകൊണ്ടൊരു 10 അടി മുകളിലുള്ളൊരു മതിൽ ചെന്ന് മുകളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ആ റബ്ബർ മരത്തിൻ്റെ മുകളിൽ വീണ്ടും ഒരു 10 അടിയും കൂടെ ഉയരമുണ്ട്. ആദ്യം ഈ കോണി ചാരി വെച്ച താഴെ നിന്ന് ഇതിൻ്റെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഒരു മൊബൈലിൽ അതിൻ്റെ പടമെല്ലാം എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഈച്ചകൾ കാണുന്നില്ല. വേഗം ധൈര്യപ്പെട്ട് മുകളിൽ കയറി ആ കൂട് എടുത്തു താഴെ ഇറങ്ങി നിരീക്ഷിച്ചപ്പോഴാണ് അതായത് കുഞ്ഞ് വിരിയുന്നതിന് മുമ്പ് ആ കൂട് മൊത്തം അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൊത്തു വഴിയായിരുന്നു അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും കുഞ്ഞ് വിരിഞ്ഞതോടുകൂടി ചെറിയ അതിൻ്റെ റൗണ്ടിലുള്ള ചില അടകൾ, അതായത് നമ്മളിപ്പോൾ ഒരു ചുറ്റുവിളക്ക് പോലെയുള്ള രീതിയിലാണ് അതിൻ്റെ അടകൾ കെട്ടിയിരിക്കുന്നതും അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും. ഇതിനെല്ലാം ഈ കുഞ്ഞു വിരിയാൻ തുടങ്ങിയപ്പോൾ മരത്തിനടുത്തുണ്ടായിരുന്ന യോനോൻ ഉറുമ്പുകൾ എന്ന് പറയുന്ന നിസ്സറിനേക്കാൾ വളരെ ചെറുതായ ഉറുമ്പുകൾ ഇതിനെ ആക്രമിക്കാൻ തുടങ്ങി. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വലിയ ജീവികളാണെങ്കിൽ അതിന് കൊത്താൻ പറ്റും, അതിൻ്റെ കൊമ്പ് കൊണ്ട് അതിനെ ശത്രുവിനെ ഓടിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒത്തിരിയേറെ ചെറിയ ഉറുമ്പുകൾ ചെന്ന് അതിനെ ആക്രമിക്കുകയും അത് നിവൃത്തികേട് കൊണ്ട് പിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം നശിച്ചു പോവുകയും വലിയ ഈച്ച ഇട്ടിട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഞാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലാകുന്നത്. എല്ലാവരെയും അറിവിലേക്കായിട്ട് ഞാൻ ആ ചിത്രങ്ങളും നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. എല്ലാവർക്കും കൗതുകകരമായ വാർത്ത. ഏറെ ഭയത്തോടെയാണെങ്കിലും അതിനടുത്ത് ചെന്ന് വളരെ ഇതായി നീക്കം ചെയ്ത് എല്ലാവരും 20 അടി മുകളിൽ നോക്കുമ്പോൾ ഇതിൽ ഈച്ചയുണ്ടോ എന്നൊന്നും അറിയില്ല. എല്ലാവരും ഒരു ഭയപ്പാടോടെയാണ് അതിൻ്റെ അടുത്തുകൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നാട്ടിലായാലും 2-3 സ്ഥലത്ത് ഒത്തിരിയേറെ പേരെ ഈച്ചകൾ കുത്തി, അവരെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടൊക്കെ ഉണ്ട്. അവരും ഇത് ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കണ്ടിരുന്നത്. എന്നാൽ ഒരു ഇതും കൂടാതെ വളരെ ലളിതമായി അതിനെ നീക്കം ചെയ്ത് ആളുകളുടെ ഭയപ്പാട് മാറ്റാൻ സാധിച്ചു എന്ന ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. നിങ്ങളും നല്ല സന്തോഷത്തിൽ പങ്കുചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.
ആ ചില്ലല് നോക്കി പിന്നെ എനിക്ക് മനസ്സിലായി കൂട്ടിന്റെ അതൊന്നും ഇല്ല. ഇൻട്രസ്റ്റ് നോക്കണേ പൊട്ടും. കൊത്ത് കിട്ടിയാ നിലത്ത് വീഴുന്ന കാണായിരുന്നു. പൊട്ടും ഇങ്ങനെ ഓർമ്മല്ല ഇക്കിളി വിടുന്ന